തൃത്താലയിൽ ഹജ്ജ് സംഗമം സംഘടിപ്പിച്ചു. ഹജ്ജ് ഇൻസ്പെക്ടർ അബൂബക്കർ സംഗമം ഉദ്ഘാടനം ചെയ്തു. VK കടവ് ലുസൈൽ പാലസ് ഓട്ടോത്തിൽ വെച്ചാണ് ഹജ്ജ് സംഗമം സംഘടിപ്പിച്ചത്. 2024 ഹജ്ജിന് പോയ ഹാജിമാരുടെ രണ്ടാം ഘട്ട ഹജ്ജ് സംഗമമാണ് നടന്നത്. ഹജ്ജ് ഇൻസ്പെക്ടർ ഹാജി അബൂബക്കർ സംഗമം ഉദ്ഘാടനം ചെയ്തു. നിസാമുദ്ദീൻ ഫൈസി ഉദ്ബോധനം നടത്തി. കാസിം ഹാജി അധ്യക്ഷനായിരുന്നു. അബു ഹാജി, സലിം ഹാജി, യൂസഫ് ഹാജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 150ഓളം പേർ പങ്കെടുത്തു. ഇത് സന്തോഷത്തിന്റെ നിമിഷമാണ്. ഒരുപാട് വർഷങ്ങളായി വന്നവരാണ്. വ്യത്യസ്ത പ്രായക്കാരാണ്. ആ പ്രായക്കാരിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പരസ്പരം കണ്ടവരും ചേർന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചവരും നമ്മുടെ മുഖത്തുണ്ട്. എന്നിരുന്നാലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭൂമികയിൽ പടച്ചറപ്പിന്റെ പ്രത്യേകമായ തൗഫീഖോടുകൂടെ നമ്മൾ ഒരുമിച്ച് കൂടുകയും അതൊരു കുടുംബബന്ധം പോലെ അതിനേക്കാൾ മനോഹരമായി ഒരു ബന്ധമായി രൂപാന്തരപ്പെടുകയും പല സന്ദർഭങ്ങളിലും പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഒരേ സ്വരത്തോടുകൂടെ നമ്മുടെ വേദനകളും ആവശ്യങ്ങളും ആവലാതികളും സമർപ്പിക്കാനുള്ള അവസരം ലഭ്യമാകുകയും അവിടെ നിന്നുകൊണ്ട് നമ്മൾ പരസ്പരം കാണാറില്ലെങ്കിലും നമ്മുടെ കരുവാലകളിൽ പരസ്പരം സ്ഥാനം ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു സംഘം വിശ്വാസികളുടെ സംഗമമാണ് ഉണ്ടായിരിക്കാൻ ഇവിടെ നടക്കുന്നത്. ഇതല്ലാഹു നമുക്ക് ലഭ്യമായ വലിയ ഭാഗ്യമാണ്, തൗഫീഖാണ്. ഇതേ സന്തോഷം നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം, ഏറ്റവും വലിയ ആനന്ദമായ നേരത്തെ ബഹുമാനപ്പെട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹാജി അദ്ദേഹം ആശംസ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സൗന്ദര്യങ്ങളുടെ സൗന്ദര്യമായ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ ദർശിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് നേടിയെടുക്കാൻ ഇതേ രീതിയിൽ ഒരുമിച്ചിരുന്നതാണ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യത്തിൽ ഒരു പ്രസംഗമൊന്നുമല്ല ആരും പ്രതീക്ഷിക്കുന്നത്. ഒന്നിനെ കാണാൻ പരസ്പരം ചേരാൻ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് എല്ലാവരും മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തിനാ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ്? നമ്മുടെ കേരളത്തിലെ 30-ലധികം ദൃശ്യമാധ്യമങ്ങളുണ്ട്, അതുപോലെ തന്നെ ശ്രവ്യ മാധ്യമങ്ങളുമുണ്ട്.